എനിത്തിങ് യെറ്റ് അനിൽ? കമ്മീഷണർ ഒരു പ്രൈമറി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കാം മാഡം. ഫോറൻസിക് ഉടൻ തന്നെ റിപ്പോർട്ട് തരും. ഇതാരാ? ഇത് പിന്നെ ഇങ്ങനെ ചില കേസുകൾ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടിങ് ക്രിമിനോളജിസ്റ്റ് ആണ് മാഡം, അൻവർ ഹുസൈൻ. ക്യാരി ഓൺ ഡോക്ടർ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഷുവർ മാഡം. യെസ് മാം. ഫോറൻസിക്കുകാർ ബോഡി തറവായിട്ട് പരിശോധിച്ചു മാഡം. ഇബ്രാഹിം ഘോഷിയുടെ അല്ലാത്ത ഒരു മുടിനാരോ ഒരു ഫിംഗർ പ്രിന്റോ കിട്ടിയിട്ടില്ല. അൻവർ, വാട്ട് ആർ യുവർ തോട്ട്സ്? ഇത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്ത ഒരു ക്രൈം ഓഫ് പാഷനായിട്ട് തോന്നുന്നില്ല മാഡം. പ്ലാൻഡ് അബ്ഡക്ഷൻ, ഒപ്പം മറ്റ് ഫിസിക്കൽ ടോർച്ചേഴ്സ് ഇല്ലാതെ ഹൃദയം കണ്ണുകൾ തുറന്നെടുക്കുക. കുറ്റവാളിയെ നയിക്കുന്ന വികാരം ഒന്നെങ്കിൽ പകയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി. കൂടുതലൊന്നും ഈ പ്രൈമറി സ്റ്റേജിൽ പറയാൻ കഴിയില്ല മാഡം. ഈവൻ ഐ ഫീൽ ദ സെയിം. ഓക്കെ, കൊല്ലപ്പെട്ട നമ്മുടെ ഡിവൈഎസ്പിയുടെ പാസ്റ്റ് അന്വേഷിക്കണം. മുമ്പ് അന്വേഷിച്ചിരുന്ന കേസുകൾ, എന്തെങ്കിലും കോൺട്രവേഴ്സീസ്, അങ്ങനെയെല്ലാം. യെസ് മാഡം. അനിൽ, യു സെറ്റപ്പ് എ ടീം ഇമീഡിയറ്റ്ലി മാം. ഞാനൊന്ന് കമ്മീഷണറുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. യു ഗൈസ് ക്യാരി ഓൺ. താങ്ക് യു മാഡം. ശരി മാഡം. സർ, പ്രതിയോ പ്രതിയുടെ മോട്ടീവോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നും തന്നെ ഫോറൻസിക്കിന് കിട്ടിയിട്ടില്ല. ACP അനിൽ മാധവനും അനിലിന്റെ അണ്ടറിലുള്ള 3 ഇൻസ്പെക്ടർമാരുമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. ACP ഓഫീസിൽ തന്നെ SIT ഓഫീസും സെറ്റ് ചെയ്തിട്ടുണ്ട് സർ. കാതറിൻ, ഒരു DYSP ആണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. സോ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ്. സർ, എബ്രഹാം കോശിക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉള്ളതായി അറിയാമോ? ഇല്ല, എൻ്റെ അറിവിൽ ആരുമില്ല. ഇത്ര നല്ലൊരു കോളനി ആയിട്ട് ഒരു CCTV പോലും ഇല്ല. എബ്രാഹിം ഘോഷിയപ്പോൾ ഒരാളൊരു സ്ട്രഗിൾ പോലും ഇല്ലാതെ മൊബൈലും കളഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അയാളിനൊന്നെങ്കിൽ തോക്ക് കാണിച്ച് പേടിപ്പിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും തന്നെ അങ്ങോട്ട് ചാമ്പിയതായിരിക്കും. ഏയ്, പരിചയക്കാരാണെങ്കിൽ മൊബൈൽ കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. സാർ, ഭാര്യയ്ക്കും പിന്നെ കോച്ച് സാറിൻ്റെ കൂട്ടുകാരൻ അലക്സിനും പറഞ്ഞതൊക്കെ തന്നെ പറയുള്ളൂ. പ്രദീപ്, അവിടെ എന്തായി? സർ, അയൽവാസികൾ ആരും ഒന്നും കണ്ടില്ലെന്നാണ് പറയുന്നത്. ലേറ്റ് നൈറ്റ് ആയിരുന്നില്ലേ? പിന്നെ കിഡ്നാപ്പേഴ്സിൻ്റെ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രം വേറിട്ട് നിൽക്കുന്ന ടയർ മാർക്സ് ഒന്നും കാണാനില്ല. ഒരുപാട് വാഹനങ്ങൾ വന്നു പോകുന്ന സ്ഥലമല്ലേ. എന്തായാലും ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ അറിയാലോ സർ, ക്ലോറോഫോം പോലെ വല്ലത് ഉപയോഗിച്ചിട്ടുണ്ടോന്ന്. ക്ലോറോഫോം അതൊരു സാധ്യതയല്ലേ? അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ സാർ. ഒരാൾ ബോധം കെടാൻ എടുക്കുന്ന 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ റെസിസ്റ്റ് ചെയ്യാം. എബ്രാഹിം ഘോഷ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കൾ ഇത്ര അടുത്തല്ല പഠിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ട് ഇങ്ങോട്ടോ ശ്രദ്ധിച്ച് കാണും. ഇത് എബ്രാഹിം ഘോഷ് റെസിസ്റ്റ് ചെയ്യില്ല എന്ന് എന്തെങ്കിലും തരത്തിൽ ഉറപ്പുള്ള ആരുമാണ് ചെയ്തിട്ടുള്ളത്. സംതിങ് അബൌട്ട് ദിസ് കേസ് ഈസ് നോട്ട് റൈറ്റ്. ചിലപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ടായിരിക്കാം. തേങ്ങ കൊലയാണ്. ഇത് അങ്ങേരോട് മുൻവൈരാഗ്യമുള്ള ആരോ ചെയ്തതാണ്. താൻ നോക്കിയോ? എൻ്റെ അൻവറേ, താനിതങ്ങോട്ട് അടിക്കാൻ നോക്ക്, വെറുതെ തല ഉണ്ടാക്കാണ്ട്. 1 മാസം കഴിയുമ്പോൾ എൻ്റെ ഭാര്യയും കൊച്ചും കൂടി ഇങ്ങോട്ട് വരും. പിന്നെ നമ്മുടെ കലാപരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല, കേട്ടല്ല? താനത് വിട്ടുകളയടോ.